വിഷ്ണു ശാലിനി എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ശാലിനി സ്വന്തം കുഞ്ഞിനെ ശ്യാമയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ശാലിനിയും ശാരദാമ്മയും കൂടെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഇതേസമയം അപ്പുറത്തു നിന്ന് സുസ്മിത ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു കാര്യമില്ലാണ്ട് ഇവരിങ്ങനെ കരയേണ്ട ആവശ്യമില്ലല്ലോ, എന്തോ ഒരു കള്ളത്തരമുണ്ട്, എന്താണെന്നറിയണം. അങ്ങനെ ശാലിനി പറയുന്നുണ്ട്, എന്നാ അമ്മേ നമുക്ക് പോയാലോ എന്ന് പറയുന്നുണ്ട്. ഇതേസമയം അങ്ങോട്ടേക്ക് വിഷ്ണു കയറി വരികയാണ്. ഞാൻ മരുന്നൊക്കെ വാങ്ങിച്ചു, ശ്യാമയൊന്ന് നമ്മളെ പേടിപ്പിച്ചു അല്ലേ, ഇപ്പോഴാണ് ഒരു സമാധാനമായത്, ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ, അതെന്നെ വലിയൊരു ആശ്വാസം എന്ന് വിഷ്ണു പറയാണ്. എന്നാൽ ശാലിനി ഉള്ളിൽ സങ്കടമൊക്കെ അടക്കി പിടിച്ചുകൊണ്ട് പുറമേ ചിരിക്കുകയാണ്. അങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്, അല്ല ശാലിനിയല്ലേ എൻ്റെ അടുത്തൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്ന് പറഞ്ഞത്, എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഇത് കേട്ട് ശാലിനി തന്നെ ഞെട്ടിപ്പോവാണ്. അങ്ങനെ ശാലിനി വയറിലൊക്കെ കൈ വയ്ക്കുന്നുണ്ട്. പറ ശാലിനി, എന്താ കാര്യം, എന്താ എന്നോട് പറയാനുള്ളത് എന്ന് പറയാണ്. അത് പിന്നെ വിഷ്ണു ഏട്ടാ, അത് എന്ന് പറയുമ്പോഴേക്ക് വിഷ്ണുവിന് കോള് വരികയാണ്. അമ്മയാണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് വിഷ്ണു. അങ്ങനെ ആ അമ്മേ ഞാനിവിടെ ഉണ്ട്, ഇതാ ഇപ്പോൾ വരാം എന്ന് പറയാണ്. അങ്ങനെ ശാലിനിയോട് പറയുന്നുണ്ട്, അമ്മയാണ്, ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ എന്ന് പറയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, വിഷ്ണു നിനക്ക് ശാലിനി മോളോട് ഒന്നും ചോദിക്കാനില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിഷ്ണു ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ ശാലിനിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. ശാലിനിയും അതേ ടെൻഷനോടെ നിൽക്കുകയാണ്. ശാലിനി നീ വിഷമിക്കേണ്ട, എത്രയും പെട്ടെന്ന് ഞാൻ അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി നിന്നെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് പറയാണ്. ഇത് കേട്ട് ശാലിനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് കരയാണ്. എന്താ ശാലിനി ഇത്, സങ്കടപ്പെടണ്ട എന്ന് പറയാണ്. അങ്ങനെ ശാലിനി പറയുന്നുണ്ട്, എന്നാൽ വിഷ്ണുവേട്ടൻ ചെല്ലേട്ടോ, മുഖത്തോട്ട് പോലും നോക്കുന്നില്ല കേട്ടോ ശാലിനി, ചെല്ല്, അവിടെ ശ്യാമ വയ്യാണ്ടിരിക്കുകയല്ലേ, അങ്ങോട്ടേക്ക് ചെല്ല് വിഷ്ണുവേട്ടാന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ പോട്ടെ പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് പോവാണ്. വിഷ്ണു പോകുന്നത് നോക്കി നിന്ന് സങ്കടപ്പെടുകയാണ് ശാലിനി. അങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്, മോളെ നീ ഇപ്പോൾ ഒറ്റയ്ക്കായല്ലേ എന്ന് പറയുന്നുണ്ട്. ഇല്ല അമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആരോ പറഞ്ഞ അമ്മേ ഞാൻ തനിച്ചാണെന്ന്, എൻ്റെ കൂടെ വിഷ്ണുവേട്ടനില്ലേ, ഏതൊരു പ്രതിസന്ധിയിലും എൻ്റെ കൂടെ വിഷ്ണുവേട്ടൻ ഉണ്ടായിരിക്കും. പിന്നെ വിഷ്ണുവേട്ടൻ്റെ നെഞ്ചിലൊന്ന് ചാഞ്ഞ് ആ ശ്വാസം ഒന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പം തന്നെ എല്ലാ പ്രശ്നങ്ങളും മാറിയ പോലെയാണ്. അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല അമ്മേ, നമുക്കെന്നാൽ പോയാലോ എന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിലോട്ട് പോവാണ്. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയ ശാരദാമ്മയെയും ശാലിനിയെയും ആണ്. ശാരദാമ്മ ഡ്രസ്സ് പോലും മാറ്റാണ്ട് അവിടെ ഇരുന്ന് സങ്കടപ്പെടുകയാണ്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും ശാലിനി എടുത്ത തീരുമാനമൊക്കെ ഓർത്തോർത്ത് ശാരദാമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതേ സമയം അങ്ങോട്ടേക്ക് ശാലിനി കയറി വരുന്നുണ്ട്. ശാലിനി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന അതേ വേഷത്തിലാണല്ലോ ഇരിക്കുന്നത്, അമ്മ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് കുളിച്ച് വന്നേ എന്ന് പറയുന്നുണ്ട്. ഞാനാണെങ്കിൽ കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, ഇനി നമുക്ക് കുളിച്ച് ഭക്ഷണം കഴിക്കാം, അമ്മ പോയിട്ട് കുളിച്ച് വരുമെന്ന് പറഞ്ഞ് അമ്മേനെ പിടിച്ച് എണീപ്പിക്കുകയാണ്. അപ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, എങ്ങനെ മോൾക്ക് ഇങ്ങനെയൊക്കെ സാധിക്കുന്നത്, നിനക്കെടുത്ത തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ലേ, നിനക്കതിൽ സങ്കടമൊന്നും ഇല്ലേ എന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്. അപ്പോൾ ശാലിനി പറയുന്നുണ്ട്, എന്തിനാ അമ്മ എനിക്ക് സങ്കടം, ഞാൻ എൻ്റെ കൂടപ്പറപ്പിന് വേണ്ടിയിട്ടല്ലേ എല്ലാം ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അതല്ല മോളെ, നിനക്കൊരു ജീവിതം വേണ്ടേ, നിൻ്റെ ജീവിതം വെച്ചല്ലേ നീ കളിക്കുന്നേ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ജീവിതം എന്നോ തകർന്നു പോയതാ, അതൊന്നും ഇനി നേരെയാവാൻ പോകുന്നുമില്ല. അപ്പം പിന്നെ എൻ്റെ ഒരു ജീവിതം കൊണ്ട് എൻ്റെ അനിയത്തിൻ്റെ ജീവിതമെങ്കിലും നന്നാവട്ടെ എന്ന് ശാലിനി പറയാണ്. അപ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, നീ എന്താ മോളെ എങ്ങനെയൊക്കെ പറയുന്നത്, നിനക്ക് വിഷ്ണുവിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നില്ലേ, നിൻ്റെ വയറ്റിൽ വിഷ്ണുവിൻ്റെയും നിൻ്റെയും കുഞ്ഞാണ്, അക്കാര്യം എന്തിനാ നീ മറച്ചു വയ്ക്കുന്നത്, നീ പറ, നിൻ്റെ ജീവിതം നീ രക്ഷിക്കുക, കൂടപ്പറപ്പിന് വേണ്ടിയിട്ട് നീ ഇത്രയൊന്നും സഹിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണം. അപ്പം നമ്മുടെ ശാലിനി പറയുന്നുണ്ട്, അയ്യോ അത് വേണ്ട അമ്മേ, ശ്യാമയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടണം, അമ്മയ്ക്ക് തോന്നുന്നുണ്ട് ശ്യാമയ്ക്ക് ഇനി കുഞ്ഞുണ്ടാവില്ല എന്ന വിവരം രോഹിത്ത് അറിഞ്ഞാൽ രോഹിത്തിൻ്റെ മനസ്സിലും ചെറിയൊരു വിള്ളലുണ്ടായിരിക്കും. സത്യാമ്മയുടെ കാര്യം അറിയാലോ, സത്യാമ്മ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ അപ്പം തന്നെ സത്യാമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും. അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ എടുത്ത തീരുമാനം അമ്മ ശരി, ഇനി അമ്മ പറയരുത് എൻ്റെയും അതുപോലെ വിഷ്ണുവേട്ടൻ്റെയും കുഞ്ഞാണെന്ന്, ഇത് ശ്യാമയുടെയും രോഹിത്തിൻ്റെയും കുഞ്ഞാണെന്ന് ശാലിനി പറയാണ്. ഇത് കേട്ട് കൈ കൂപ്പി തൊഴുത് നിൽക്കുകയാണ് ശാരദാമ്മ ശാലിനിയുടെ മുൻപിൽ. അങ്ങനെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്, ഏത് ജന്മത്തിലെ പുണ്യം കൊണ്ടാണോ എനിക്ക് എൻ്റെ മോളെ കിട്ടിയത്, ഇതും പറഞ്ഞ് പൊട്ടിക്കരയാണ് ശാരദാമ്മ. അതിനുശേഷം ശാലിനി മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞല്ല രോഹിത്തിൻ്റെയും ശ്യാമയുടെയും കുഞ്ഞാണ് എന്നുള്ളത് ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്. അങ്ങനെ എന്നാൽ ശരി അമ്മ, ഇനിയിപ്പോൾ ഇനി ഇതൊന്നും പറയരുത് കേട്ടോ, ഇനി ഇക്കാര്യം നമ്മൾ വിടുകയാണ്, ഇനി നമ്മളിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ശ്യാമയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്, അപ്പോൾ നമ്മളത് ഇനിയൊന്നും സംസാരിക്കരുത് എന്ന് പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്യാമയെയാണ്. ശ്യാമയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, നടന്ന കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കാനും സാധിക്കുന്നില്ല. അങ്ങനെ നേരെ കുഞ്ഞേച്ചിക്ക് ഫോൺ ചെയ്യാണ്, കരഞ്ഞുകൊണ്ട് കുഞ്ഞേച്ചിക്ക് വിളിക്കുകയാണ്. അപ്പോൾ ശാലിനി വന്ന് ഫോൺ എടുക്കുന്നുണ്ട്. കുഞ്ഞേച്ചി
കുഞ്ഞേച്ചിയെ എന്ന് വിളിക്കുന്നുണ്ട്. എന്ത് പറ്റി മോളെ, എന്താ പ്രശ്നമെന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അത് പിന്നെ കുഞ്ഞേച്ചി, എനിക്കിതൊന്നും മനസ്സിൽ അടക്കി പിടിച്ച് വെക്കാൻ പറ്റണില്ല. എനിക്ക് ആരോടെങ്കിലും തുറന്നു പറയണം. ഇതിങ്ങനെ ഉള്ളിൽ ഒതുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോകും കുഞ്ഞേച്ചി, എനിക്കിതിന് സാധിക്കുന്നില്ല എന്ന് പറയാണ്. അപ്പം നമ്മുടെ ശാലിനി പറയുന്നത്, മോളെ നീ പതുക്കെ സംസാരിക്കുന്നത്, നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ചേച്ചി ഞാൻ റൂമിലാണെന്ന് പറയാണ്. പിന്നെ നീ നിൻ്റെ സങ്കടമൊക്കെ ഒന്ന് ഒതുക്കി കരയാണ്ടിരിക്കുക എന്ന് പറയാണ്. എങ്ങനെ കുഞ്ഞേച്ചി, എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട ഈ ദിവസം എനിക്കൊന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് ഞാൻ എന്താ ചേച്ചി ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശാലിനി പറയുന്നുണ്ട്, നീ കരഞ്ഞോ, ഉള്ളിൽ നീ പൊട്ടിക്കരഞ്ഞോ, പക്ഷെ പുറത്ത് ആരും അറിയരുത് എന്ന് പറയാണ്. എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ദിവസമല്ലേ കുഞ്ഞേച്ചി എന്ന് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, ആര് പറഞ്ഞു നിനക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന്? നിൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലാണ്. നീ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കുമെന്നുള്ള ഉറപ്പിലല്ലേ എൻ്റെ ജീവൻ്റെ പാതി ഞാൻ നിനക്കായിട്ട് തന്നത്. പിന്നെ എന്താ ശ്യാമേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാണ്. പിന്നെ രോഹിത്തിന് നിനക്കൊരു കുഞ്ഞിനെ കൊടുക്കണ്ടേ? മാത്രമല്ല സത്യാമ്മയുടെ ജീവിതം നമുക്ക് വലുതല്ല മോളെ, അതുകൊണ്ട് നീ എല്ലാം ഉള്ളിൽ ഒതുക്കണം. നീ ഒന്നും പുറത്തു പറയരുത്, ആരോടും ഒന്നും പറയരുത്, നീ കരയാണ്ടിരിക്കേ, എല്ലാം ശരിയാവും മോളെ എന്ന് പറയണം. ഇതേ സമയം ശ്യാമയുടെ ഡോറിൽ ആരോ വന്ന് മുട്ടുന്നുണ്ട്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ചേച്ചി ആരോ ഡോറിൽ അടിക്കുന്നുണ്ടെന്ന് പറയണം. അപ്പോൾ ശാലിനി പറയുന്നുണ്ട്, നീ ഇങ്ങനെ റൂമിൽ അടച്ചിരുന്ന എല്ലാവർക്കും സംശയം തോന്നും, അതുകൊണ്ട് നീ പോയി ചെന്ന് നോക്കുകയെന്ന് പറയണം. അത് പിന്നെ കുഞ്ഞേച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശാലിനി പറയാണ്, നീ എന്തായാലും ഇതാരോടും പറയില്ല, നീ ഉള്ളിൽ ഒതുക്കുമെന്ന് എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യുമെന്ന് പറയാണ്. അങ്ങനെ ശ്യാമ സത്യം ചെയ്ത് കൊടുക്കുകയാണ് ശാലിനിക്ക്. അങ്ങനെ കോള് കട്ട് ചെയ്യാണ്. ഞാൻ ചേച്ചി എന്നാൽ തുറന്നു കൊടുക്കട്ടെ, ആരാ നോക്കട്ടെ എന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ ശാരദാമ്മ ഇതെല്ലാം കണ്ട് സങ്കടപ്പെട്ടിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്, ഇതൊക്കെ എന്ന് അവസാനിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കഥകൾ തട്ടിയത് രോഹിത്തായിരുന്നു. അങ്ങനെ രോഹിത്ത് ചോദിക്കുന്നുണ്ട്, എന്താ നീ ഡോർ അടച്ചിരിക്കുന്നത്, എന്തേ തുറക്കാൻ വൈകിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ കുഞ്ഞേച്ചിയോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. ആണോ, നിൻ്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ സംസാരിച്ച് അതും ഇതൊക്കെ പറഞ്ഞപ്പോൾ കരഞ്ഞു പോയതാണെന്ന് പറയാണ്. പിന്നെ ഇന്നത്തെ കാര്യങ്ങൾ ഓർത്തപ്പോൾ എനിക്ക് ആകെ ടെൻഷൻ വന്നു, അതാണെന്ന് പറയുകയാണ് ശ്യാമ. അത് കേൾക്കുന്ന രോഹിത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല ടെൻഷൻ ഉണ്ടായിരുന്നത്, പുറത്തു നിന്ന് ഞങ്ങൾ എത്ര ടെൻഷൻ അടിച്ചു എന്നറിയോ, പെട്ടെന്ന് ഞങ്ങളെല്ലാം പേടിച്ചു പോയി, ഇപ്പോഴാണ് ഒരു സമാധാനം ആയത് എന്ന് രോഹിത്ത് പറയാണ്. അങ്ങനെ രോഹിത്ത് പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ വലിയൊരു സ്വപ്നമായിരുന്നു എൻ്റെ കല്യാണം. അതുമാത്രമല്ല കല്യാണം കഴിഞ്ഞപ്പോൾ എന്നെ നല്ല പോലെ നോക്കുന്ന ഒരു ഭാര്യയെ എനിക്ക് കിട്ടി, അതിനുശേഷം എൻ്റെ ചോരയിൽ പിറന്ന ഒരു കുഞ്ഞും, അങ്ങനെ എല്ലാം എനിക്ക് ദൈവം തന്നു. മാത്രമല്ല ഞാനും എൻ്റെ അമ്മയൊരു ഫ്രണ്ട്സിനെ പോലെയായിരുന്നു. എൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു എനിക്ക് ഒരു പേരക്കുട്ടിയെ വേണമെന്ന്. അപ്പം ഞാൻ പറയാറുണ്ട്, എന്തിനാ അമ്മ വെറുതെ ജനപ്പെരുപ്പം കൂട്ടുന്നത്, നമുക്കോ വല്ല ഓർഫനേജിൽ നിന്നോ ഒരു കുഞ്ഞിനെ അങ്ങ് ദത്തെടുത്താൽ പോരെ എന്നൊക്കെ ഞാൻ കളിയാക്കി പറയുമായിരുന്നു. അന്നൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം അമ്മയൊക്കെ പോയി അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് അതൊക്കെ ശരിയായിരുന്നു. നമുക്കൊരു കുഞ്ഞ്, നമ്മുടെ ചോരയിലൊരു കുഞ്ഞ്, അതൊരു എന്താ പറയുക, വല്ലാത്തൊരു ഫീലാണ്. പിന്നെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തല പിടിക്കാനും നമുക്ക് വേണ്ട കർമ്മങ്ങൾ നടത്താനും ഒരു മോൻ വേണം. രക്തബന്ധത്തിലുള്ളവർ കർമ്മം ചെയ്താലേ ആത്മാവിന് ശാന്തി കിട്ടും എന്നല്ലേ. അപ്പോൾ നമ്മുടെ ചോരയിലൊരു കുഞ്ഞ്, അത് എൻ്റെ ഒരു സ്വപ്നമാണിപ്പോൾ. ഇനിയും നീ ഭക്ഷണമൊക്കെ നല്ല പോലെ കഴിക്കണം, നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം. അതുപോലെ നീ കഴിച്ചാലേ കുഞ്ഞിന് നല്ല പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. രണ്ടാൾക്കുള്ള ഭക്ഷണം കഴിക്കണമെന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അതുപോലെ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം. അതുപോലെ കാൽസ്യം എല്ലാം നമ്മുടെ കുഞ്ഞിന് നീ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് നല്ല ഭക്ഷണമൊക്കെ കഴിക്കണമെന്ന് പറയാണ്. അതുപോലെ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, കേൾക്കാൻ താല്പര്യമുള്ള പാട്ടുകളൊക്കെ കേൾക്കുക, അതുപോലെ നല്ല ആൾക്കാരുമായിട്ട് സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ ഇനി എന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന ശ്യാമയെയാണ് കാണിക്കുന്നത്. അങ്ങനെ ശ്യാമയോട് പറയുന്നുണ്ട്, കുറച്ചങ്ങ് നീങ്ങിയിരുന്നേ എന്ന് പറയുന്നുണ്ട്. എന്താ രോഹിത്തേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. നീ കുറച്ചങ്ങ് നീങ്ങിയിരുന്നേന്ന് പറഞ്ഞ് ശ്യാമയെ കുറച്ചങ്ങ് നീങ്ങിയിരുത്താണ്. അങ്ങനെ രോഹിത് ശ്യാമയുടെ മടിയിൽ കിടക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ 2 പേരുടെയും പ്രണയമല്ലേ ഇപ്പോൾ ഒരു ജീവൻ്റെ തുടിപ്പായിട്ട് ഈ വയറ്റിൽ കിടക്കുന്നത്. ആ തുടിപ്പ് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു സ്ത്രീ അവരുടെ വയറ്റിലുള്ള ഗർഭപാത്രം, അതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ്. അങ്ങനെയല്ലേ ഈ ലോകം തന്നെ നിലനിൽക്കുന്നത്, ആ ഒരു കാര്യത്തിലല്ലേ എന്നൊക്കെ പറയാണ് നമ്മുടെ രോഹിത്. ഇതെല്ലാം കേട്ട് ആകെ മനം തോന്നി നിൽക്കുന്ന ശ്യാമയെയാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.